ജാർഖണ്ഡിലെ ഒരു മനോഹരമായ കുളം നോക്കൂ, എന്ത് രസമാണല്ലേ. അത് തൊട്ടടുത്ത് തന്നെ മല. എണ്ണപ്പന തോട്ടങ്ങളാണ് നാം ഈ കാണുന്നതൊക്കെ. എന്ത് മനോഹരമായിരിക്കുന്നല്ലേ. കൂട്ടുകാരെ കണ്ടോ, ഇവിടുത്തെ രാജാവാണിവൻ. നോക്കൂ എന്തെല്ലാം കളറുള്ള, നോക്കി ഈ ടേബിൾ റോസ് നോക്കി എന്ത് ഭംഗിയാണല്ലേ. ഹായ്, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. सबसे ऊंचा रहे तेरा नाम, ऊंचा और ऊंचा, सबसे ऊंचा रहे तेरे नाम. महत्वം നിനക്കെന്നും, महत्വം നിനക്കെന്നും, ഹല്ലേലൂയ. महत्വം നിനക്കെന്നും, ഹല്ലേലൂയ. महत्വം ഉന്നതൻ നീ, ഉന്നതൻ ഏറ്റവും ഉന്നതൻ നീ മാത്രമാ. ഉന്നതൻ നീ, ഉന്നതൻ ഏറ്റവും ഉന്നതൻ നീ മാത്രമാ. നോക്കിക്കേ, ദൈവത്തിൻ്റെ സൃഷ്ടി എത്ര അത്ഭുതകരവും എത്ര മനോഹരവുമായോ അല്ലേ. ഓക്കെ, എല്ലാവരോടും ഒന്ന് വീക്ഷിച്ചേ. നമ്മുടെ ദൈവത്തിൻ്റെ ആ സ്നേഹത്തോടു കൂടിയുള്ള സൃഷ്ടിയാണത്. ആ കര വൈഭവം ഒന്നും വേറെ തന്നെയാണ്. അത് നമുക്ക് സ്തോത്രം ചെയ്യാം, ഹല്ലേലൂയ പറയാം. നമ്മിലോട്ട് നോക്കിയാലും നമ്മെ ദൈവം എത്ര അത്ഭുതകരമായി സൃഷ്ടിച്ചിരിക്കുന്നു. ആ വാക്യം നമുക്കൊന്ന് ഓർക്കണ്ടേ, സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്ക്. സങ്കീർത്തനങ്ങൾ 139:14. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇവയെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന സങ്കീർത്തനം ഇതാണ്. സങ്കീർത്തനം 69:30-31. ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പും ഉള്ള മൂരിയേക്കാളും പ്രസാദകരമാകും. നല്ല സ്നേഹമുള്ളൊരു ഇടയെ നടത്തുന്ന കണ്ടില്ലേ, അവരെ പരിപാലിക്കുന്ന കണ്ടില്ലേ. ഇതിനേക്കാൾ ഉപരിയായിട്ടാണ് ദൈവം നമ്മെ പരിപാലിക്കുന്നത്, നടത്തുന്നത്. നല്ലിടയനായ ദൈവത്തിന് നമുക്ക് നന്ദിയോടെ ആയിരിക്കാം. വിവിധ തരം കൃഷികൾ, അതുപോലെ മീൻ വളർത്തുന്നതും ആടും ചെമ്മരിയാടും കന്നുകാലികളൊക്കെയും ആണ് ഇവിടെ ഉപജീവന മാർഗമായിട്ട് ഉപയോഗിക്കുന്നത്. God bless you.